സെപ്റ്റംബർ 23 വിശുദ്ധ പാദ്രെ പിയോയുടെ തിരുനാൾ ആചരിച്ച് ആഗോള സഭ. ഫ്രാൻസിസ് അസീസിയെ കർമ്മം കൊണ്ടും വാക്കുകൊണ്ടും അനുകരിച്ച പാദ്രെ പിയോ ജനിച്ചത് 1887 മെയ് 25-നാണ്. അതിനടുത്ത ദിവസം തന്നെ അദ്ദേഹം മാമോദിസായും സ്വീകരിച്ചു. 12-ാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രഥമ ദിവ്യകാരുണ്യവും സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. 16-ാമത്തെ വയസ്സിൽ 1903 ജനുവരി 1 കപ്പുച്ചിൻ സഭയിൽ ചേർന്ന പിയോ ആ വർഷത്തിന്റെ അവസാനത്തിൽ പ്രഥമ വ്രതവാഗ്ദാനവും 1907 ജനുവരി 27 നിത്യവ്രത വാഗ്ദാനവും നടത്തുകയുണ്ടായി. 1910 ആഗസ്റ്റ് 10 അദ്ദേഹത്തിന്റെ പൗരോഹിത്യ സ്വീകരണം. നമ്മുടെ കർത്താവായ യേശുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ എന്ന വിശുദ്ധ പൗലോസ്ലീഹായുടെ വചനങ്ങൾക്ക് ജീവിതത്തിൽ വളരെ പ്രാധാന്യം നൽകി ജീവിച്ച വ്യക്തിയാണ് പാദ്രെ പിയോ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും ശക്തിയും സ്രോതസ്സും കർത്താവിന്റെ കുരിശായിരുന്നു. ദൈവസ്നേഹത്തെ പ്രതി ലോകരക്ഷയ്ക്കായി തന്നെ അദ്ദേഹം ബലി ചെയ്തു. ക്രൂശിതനായ ക്രിസ്തുവിനെ അനുകരിക്കാൻ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിതത്തിലും പൗലോസ്ലീഹായുടെ വചനങ്ങൾ അനർത്ഥമാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ദൈവസ്നേഹത്താലും പരസ്നേഹത്താലും നിറഞ്ഞ ക്രിസ്തുവിന്റെ 5 മുറിവുകൾ ശരീരത്തിൽ വഹിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ച സന്യാസിയായിരുന്നു പാദ്രെ പിയോ. മനുഷ്യരുടെ രക്ഷയ്ക്കായി അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചു. അദ്ദേഹത്തിന്റെ എല്ലാ അപ്പോസ്തലിക പ്രവർത്തനങ്ങളുടെയും ശക്തി സ്രോതസ് ആഘോഷമായ വിശുദ്ധ ബലി അർപ്പണമായിരുന്നു. കുടുംബങ്ങളുടെ സമാധാനത്തിനും ഉന്നമനത്തിനും വേണ്ടി വളരെയധികം കഷ്ടതകൾ സഹിച്ച പാദ്രെ പിയോയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നത് ജീവിതം തന്നെയായിരുന്നു. സ്വന്തം ജീവിത വിശുദ്ധീകരണത്തിനായി പലവിധത്തിലുള്ള പരിഹാര പ്രവർത്തികൾ അദ്ദേഹം അനുഷ്ഠിച്ചു പോന്നു. വ്രതാനുഷ്ഠാനങ്ങളോട് തികഞ്ഞ നിഷ്ഠയുണ്ടായിരുന്ന ഒരു സന്യാസ വരേണ്യനായിരുന്ന അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രാർത്ഥനയുടെയും ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു: ദൈവമഹത്വവും ആത്മാക്കളുടെ രക്ഷയും. ജീവിത ലാളിത്യം കൊണ്ടും നന്മ കൊണ്ടും അനേകായിരങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ച ആ പുണ്യാത്മാവ് 1968 സെപ്റ്റംബർ 23 ഈ ലോകത്തോട് വിടവാങ്ങി. 1999 മെയ് 2 പാദ്രെ പിയോയെ ജോൺ പോൾ II മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. 2002 ജൂൺ 16 അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. വിശുദ്ധനായ പാദ്രെ പിയോയെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.